പാത്തു, നീ കഴിക്കുന്നില്ലേ? കുറേ നേരമായല്ലോ ഈ ചോറിൽ കൈയിട്ടിളക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് ചോറെടുത്തിട്ട് അതിൽ കൈയിട്ടിളക്കി എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന പാത്തുവിനെ നോക്കി സംശയത്തോടെ അവൻ ചോദിച്ചതും അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ആകെ നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് അവളും അവനും മാത്രം. അതവളെ വല്ലാതെ കുത്തി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് അവളുടെ മനസ്സിൽ പലതവണ അവൾ ചിന്തിച്ചു. നേരത്തെ ഇച്ചായനോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. എല്ലാവരും മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. ഇതിപ്പോ എല്ലാം ഉണ്ടാക്കി വെച്ചത് ഞാനും കൂടി ചേർന്നാണ്. അത് ഓർക്കും തോറും അവൾക്ക് വിഷമം തോന്നി. പാത്തു, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ ചോറിൽ വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്? അങ്ങോട്ട് കഴിച്ചേ. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എനിക്ക് വേണ്ടി ചായ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്തുകൊണ്ട്? അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാണ്, അവൾ വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ട അലക്സ് ദേഷ്യത്തോടെ എടുത്ത ചോറ് കഴിക്കാതെ അതിൻ്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വിശപ്പില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയിട്ടാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി. പുല്ല്, വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നീ എന്തുവാടി എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ നോക്കുവാണോ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവളുടെ സഹതാപവും കുറ്റബോധവും. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് പാത്തു. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് പ്ലേറ്റ് വെച്ചിട്ട് കൈ കഴുകി മുറിയിലേക്ക് പോയി. അവൻ ദേഷ്യപ്പെട്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അലക്സ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയതും പാത്തുവും കഴിക്കാതെ എഴുന്നേറ്റു. അവൾ പാത്രം അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മുറിയിലേക്ക് പോയി കിടന്നു. ശരിയാ, എല്ലാം ഞാൻ തന്നെയാ ചെയ്തു വെച്ചത്. ഇത്രയൊക്കെ ഞാൻ കാണിച്ചിട്ടും ഇച്ചായൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? എന്നിട്ടും വീണ്ടും വീണ്ടും ഞാൻ ആ മനുഷ്യനെ വേദനിപ്പിക്കുകയല്ലേ? ഇത്രയൊക്കെ എന്നോട് ക്ഷമ കാണിച്ചും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ട് ഇച്ചായനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ലല്ലോ, അവൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നു. സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അവൻ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകില്ല. വേണ്ട വേണ്ട എന്ന് കരുതിയ ഓരോ തവണയും ക്ഷമിക്കുന്നത്. അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ മുഖത്ത് നോക്കി ഒന്നും ഇതുവരെ ദേഷ്യപ്പെട്ട് പറയാത്തത്. പക്ഷേ ഒരു തവണ പോലും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നോർക്കുമ്പോൾ വിഷമവും ദേഷ്യവും വരുന്നത്. അവൾ എന്താ ഇത്ര പാവമായി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ സ്വയം ചിന്തിച്ചു. പിന്നെ എന്തോ ഓർത്തതുപോലെ അകത്തേക്ക് നടന്നു. ഹാളിൽ അവളെ കാണാഞ്ഞതും അവന് മനസ്സിലായി അവളും കഴിക്കാതെ എഴുന്നേറ്റ് പോയി കാണുമെന്ന്. അവൻ അവളെ നോക്കി മുറിയിലേക്ക് നടന്നു. അവൻ മുറിയിൽ ചെന്നപ്പോൾ അവൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. പാത്തു, അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് വിളിച്ചു. അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്തിനാ പാത്തു എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം എന്നെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ അത് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ എന്തിനാ പാത്തുവിനോട് സംസാരിക്കുന്നത്? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. മനസ്സിലാക്കാഞ്ഞിട്ടല്ല ഇച്ചായ, പറ്റാത്തതുകൊണ്ടാണ്. ഇവിടെ ഒറ്റയ്ക്ക് അവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസവാ. വാവയും ഐഷുവും എമിയും ചാച്ചന്മാരെയൊക്കെ മിസ് ചെയ്യുക, അവൾ വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ 2 വർഷം നീ അവരെ മിസ് ചെയ്തില്ലേ പാത്തു? അവൻ അവളെ നോക്കി ചോദിച്ചു. ഒരുപാട് ഒരുപാട് മിസ് ചെയ്തു. പക്ഷേ എനിക്കറിയില്ല. സോറി ഇച്ചായ. ഞാൻ ഇനി എന്തുണ്ടെങ്കിലും ഇച്ചായനോട് പറഞ്ഞോളാം. ഒന്നും ഞാൻ മറച്ചു വെക്കില്ല. നമുക്ക് പോകാം ഇച്ചായ, അങ്ങോട്ടേക്ക് പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും വിഷമമായിരുന്നു. ഓക്കെ, നമുക്ക് പോകാം. പക്ഷെ ഒരാഴ്ച നമ്മളിവിടെ ആയിരിക്കും, നമ്മുടെ മാത്രം ലോകത്ത്. എൻ്റെ മമ്മി കുറേ പഠിക്കാനുണ്ട് പാത്തു, അത് മമ്മി മനസ്സിലാക്കട്ടെ. അതുവരെ എന്നോടൊപ്പം നിന്നേ പറ്റുള്ളൂ. നിൽക്കില്ലേ എൻ്റെ കൂടെ? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി. സത്യമായിട്ടും ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പോകും, പക്ഷേ ഇത് ഞാനും നീയും അല്ലാതെ എൻ്റെ മമ്മിയോ അവിടെ മറ്റാരെങ്കിലോ ഒരിക്കലും അറിയാൻ പാടില്ല. ഇക്കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞു എന്നറിഞ്ഞാൽ ഒരിക്കലും ഇനി അവിടേക്കൊരു മടങ്ങിപ്പോക്കുണ്ടാകില്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. ഞാൻ പറയില്ല, ആരോടും പറയില്ല. അവൾ അവനെ നോക്കി പറഞ്ഞു. എങ്കിൽ എഴുന്നേറ്റ് വാ, കഴിക്കാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിനി വേണ്ടിച്ചായ, അവൾ മുഖം ചുളിച്ചു വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതിന് നീ എന്താ കഴിച്ചത്? ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ പാത്തു, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത വഴക്ക് അതിനായിരിക്കും. അത് വേണോ? അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. വേണ്ട, ഇച്ചായൻ എന്നോട് വഴക്കുണ്ടാക്കുന്നത് എനിക്ക് സഹിക്കില്ല, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. എങ്കിൽ എഴുന്നേറ്റ് വാ, നമുക്ക് വൈകിട്ട് ഒരിടം വരെ പോകണം. വാ. എങ്ങോട്ടേക്കാ ഇച്ചായ? അവൾ സംശയത്തോട് ചോദിച്ചു. അതൊക്കെയുണ്ട്, നിനക്കറിയാവുന്ന ആളാണ്. അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അവൻ ചിരിയോടെ പറഞ്ഞു. അതെങ്ങോട്ടേക്കാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ചോദിച്ചെങ്കിലും അവനും പറഞ്ഞിരുന്നില്ല. അവൻ വീണ്ടും അവളെ നിർബന്ധിച്ചതും അവളവിടെ നിന്നും എഴുന്നേറ്റു.
പിന്നെ അവൻ തന്നെ അവളെ കൊണ്ടുപോയി ഡൈനിങ് ടേബിളിലിരുത്തി. എന്നിട്ട് മറ്റൊരു പ്ലേറ്റിൽ ഫുഡ് വിളമ്പി. ഇച്ചായം കഴിച്ചില്ലല്ലോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ അതിൽ ചോറും കറിയും എടുത്തു. പിന്നെ അത് കൈകളിലേക്ക് എടുത്തിട്ട് അവൾക്ക് നേരെ നീട്ടി. കഴിക്ക്. അവൻ അവളുടെ വായിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വാ തുറന്നു. അവൻ അവളുടെ വായിലേക്ക് അത് വെച്ചു കൊടുത്തതും അവൾ അത് വാങ്ങിക്കഴിച്ചു. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിയതും അവൻ ചിരിയോടെ അവളെ നോക്കി. അവളും അതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് അവന് നേരെ നീട്ടി. അവനും സന്തോഷത്തോടെ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കഴിച്ചു. പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവളും ചിരിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങി. ചേച്ചി കഴിക്കാൻ വരുന്നില്ലേ? ദേവിയുടെ മമ്മി കട്ടിലിൽ കിടക്കുന്ന അന്നമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. എനിക്ക് വേണ്ട, വിശപ്പില്ല, നിങ്ങൾ കഴിച്ചോ? അന്നമ്മ അവരെ നോക്കി മറുപടി പറഞ്ഞു. അതെന്താ ചേച്ചി? ചേച്ചി എന്തെങ്കിലും കഴിച്ചോ? വരുന്ന വഴിക്കോ മറ്റോ? അവർ സംശയത്തോട് ചോദിച്ചു. ഇല്ല, എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്, അവർ അവരെ നോക്കി മറുപടി പറഞ്ഞു. ചേച്ചി ആഹാരം കഴിക്കാതിരുന്നാൽ ഷുഗർ താഴും. ചുമ്മാ ഓരോ അസുഖം വരുത്തി വെക്കാതെ എഴുന്നേറ്റ് വന്നേ. അവർ വീണ്ടും അവരെ വിളിച്ചെങ്കിലും അവർ ചെല്ലാൻ കൂട്ടാക്കിയില്ല. അവരെ എത്ര നിർബന്ധിച്ചിട്ടും വരില്ല എന്ന് മനസ്സിലായതും അവർ മടങ്ങിപ്പോയി. വൈകിട്ട് അലക്സ് പറഞ്ഞ പ്രകാരം അവൾ പോകാനൊരുങ്ങി. അവൾ എത്ര ചോദിച്ചിട്ടും അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നില്ല. അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ വലിയ 2 നില വീടിൻ്റെ മുൻപിലെത്തി. അവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാന്ദ്രയുടെ വീടാണ്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്തിനാ ഇച്ചായ ഇങ്ങോട്ട് വന്നത്? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. പറയാം, ഇറങ്ങ്. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഇച്ചായ, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എന്തിനാ വെറുതെ? നമുക്ക് പോകാം. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. നീ എന്തിനാ പാത്തു ഇങ്ങനെ പേടിക്കുന്നത്? ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവനാണോ? അങ്ങനെ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നവനാണെങ്കിൽ ഇന്ന് നീ എന്നോടൊപ്പം ഇവിടെ ഇരിക്കില്ലായിരുന്നു. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ഇവളുടെ അടുത്ത് 2 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഞാൻ വേണ്ടെന്ന് വെച്ചത് തന്നെയാണ്. കാരണം ഇവളോട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം നീയും ഉണ്ടാകണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വരവ്. അവൻ അവളെ നോക്കി പറഞ്ഞു. എന്നാലും ഇച്ചായ, വെറുതെ ഒരു വഴക്ക് വേണോ? അവൾ സംശയത്തോട് ചോദിച്ചു. നീ ഇറങ്ങിക്കേ പാത്തു. അവൻ അതിന് മറുപടിയൊന്നും പറയാതെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അവനുമായിട്ട് വഴക്കുണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ ഡോറ് തുറന്നിറങ്ങി. അവനും അവളോടൊപ്പം ഇറങ്ങി. അലക്സ് പാത്തുവിനെ കൊണ്ട് സാന്ദ്രയുടെ വീട്ടിലേക്ക് കയറി. അവൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും ഒരു സ്ത്രീ വന്ന് കതക് തുറന്നു. അവരെ കണ്ടതും അത് അവിടുത്തെ ജോലിക്കാരിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ മറ്റാരും ഇല്ലേ? അവരെ കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു. ഉണ്ട്, മേഡവും മോളുമുണ്ട്. മുകളിൽ റൂമിലാണ്. അവർ അവരെ നോക്കി പറഞ്ഞു. അവരെ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിക്ക്, അലക്സ് പറഞ്ഞു. ആര് വന്നെന്ന് പറയണം? അവർ സംശയത്തോട് ചോദിച്ചു. കുരിശിങ്കലിൽ നിന്നും അലക്സ് ആണെന്ന് പറഞ്ഞാൽ മതി. അവൻ പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അലക്സ് അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്ക് ഇരുന്നു. പാത്തുവിന് ആകെ ഒരു പേടി തോന്നിയിരുന്നു. അലക്സ് എന്തെങ്കിലും വഴക്കോ വാക്കുതർക്കമോ മറ്റോ ഉണ്ടാക്കുമോ എന്നായിരുന്നു അവളുടെ പേടി. പാത്തു, ഇവിടെ വന്നിരിക്കെ. അവൾ നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ? അവൾ അവനെ നോക്കി പേടിയോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. എൻ്റെ പൊന്നു പാത്തു, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നീയൊന്ന് സമാധാനമായിട്ട് ഇരിക്കു പെണ്ണേ. നിന്റെ നിൽപ്പ് കണ്ട ഞാൻ നിന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് തോന്നുമല്ലോ. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞതും സാന്ദ്രയും അവളുടെ മമ്മിയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അലക്സിനെയും അവൻ്റെ ഒപ്പം പാത്തുവിനെയും കണ്ടതും സാന്ദ്രയുടെയും അവളുടെ മമ്മിയുടെയും മുഖം മാറി. എന്തോ ഉണ്ട് ആൻറ്റി, സുഖമാണോ? അവർ ഇറങ്ങി വന്നതും അലക്സ് ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. സുഖമാണ് അലക്സ്, എന്താ ഈ വഴിയൊക്കെ? അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ചുമ്മാ എനിക്ക് സാന്ദ്ര ആൻറ്റിയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്ക് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ, അതിനൊരു താങ്ക്സ് പറയണമെന്ന് കുറേയായിട്ട് വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെ സാധിച്ചില്ല. എങ്കിൽ പിന്നെ ഇന്ന് വന്ന് താങ്ക്സ് പറയാമെന്ന് കരുതി. അലക്സ് ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനവരെ കളിയാക്കിയാണെന്ന് അവർക്ക് മനസ്സിലായി. അലക്സ്, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾ എന്തുപകാരം അലക്സിന് ചെയ്തു തന്നു എന്നാണ്? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. ആ, എല്ലാം മറന്നുപോയോ? ആൻറ്റി ഇവളും കൂടി ചേർന്നല്ലേ എൻ്റെ മമ്മിക്ക് ഉപദേശമൊക്കെ കൊടുത്തത്. ഞങ്ങൾ അകന്ന് താമസിക്കാൻ സഹായിച്ചത് ആൻറ്റി ഇവളും കൂടിയല്ലേ. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് എൻ്റെ കടമയല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനവരെ പരിഹസിക്കുകയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അലക്സ്, ഞങ്ങളെ പരിഹസിക്കുകയാണോ? അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആൻറ്റി ഇപ്പോൾ അങ്ങനെ കരുതുന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ മമ്മിക്ക് ഉപദേശം പറഞ്ഞു കൊടുത്തിട്ട് ആൻറ്റിയും മോളും 2 വർഷം കുറേ സന്തോഷിച്ചിരുന്നു അല്ലേ? അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചെറിയ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. അലക്സ്,
ചുമ്മാ വീട്ടിൽ കയറി വന്നിട്ട് ആവശ്യമില്ലാത്തത് പറയരുത്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ അകറ്റാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ മമ്മി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മമ്മിക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും, അല്ലാതെ ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് ആവശ്യം? അവർ അവരോട് തിരികെ ചോദിച്ചു. ആൻറ്റി എന്നേക്കാൾ മൂത്തതായിപ്പോയി. ഒരുപക്ഷെ എൻ്റെ മമ്മിയുടെ പ്രായമായിപ്പോയി ആൻറ്റിക്ക്. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. ആൻറ്റി ഇപ്പോൾ ഈ പറഞ്ഞത് ആൻറ്റിയുടെ മകളായിരുന്നു എന്നോട് പറഞ്ഞിരുന്നതെങ്കിൽ എൻ്റെ കൈയുടെ ചൂടവൾ അറിഞ്ഞേനെ. ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് എൻ്റെ മമ്മിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് ഞങ്ങളെ തമ്മിൽ അകറ്റി താമസിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ തമ്മിൽ അകന്ന് താമസിക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഇവൾക്ക് എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാമെന്നൊരു വ്യാമോഹം ഉണ്ടായി അല്ലേടി? അവൻ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും പറയാനാകാതെ തലകുനിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് ഗുണമെന്ന്? ഒന്നും അറിയാത്തതുപോലെ എന്നോട് അഭിനയിക്കല്ലേ ആൻറ്റി. ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്, അവൻ ഉറപ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്ക് പിന്നീട് ഒന്നും അവനോട് പറയാൻ തോന്നിയില്ല. പഴയതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ഇനി മേലാൽ എൻ്റെ ഇവളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകരുത്. ഇവളെ അകറ്റി നിർത്തിയിട്ട് ആ ഗ്യാപ്പിൽ എൻ്റെ മനസ്സിൽ കയറാമെന്ന് നീയും കരുതണ്ട. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എൻ്റെ പെണ്ണായിട്ട് ഇവൾ മാത്രമേ ഉള്ളൂ. ഇനി ഇവളില്ലാതായാൽ പോലും ഈ അലക്സിൻ്റെ മനസ്സിൽ മറ്റൊരുത്തി ജന്മത്തിനുണ്ടാകില്ല. അവൻ പാത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവർ തിരിച്ചു മറുപടി ഒന്നും പറയാനാകാതെ തന്നെ നിന്നു. അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക ആൻറ്റി, നിങ്ങളുടെ കണ്ണിൽ ഞാൻ മാത്രമേ ആണായിട്ട് ഈ ലോകത്തുള്ളൂ? ഇട്ടുമൂടാൻ ആവശ്യത്തിന് പണമുണ്ടല്ലോ. ഇവളോട് പറയ് ഏതേലും പണച്ചാക്കിനെ വളച്ചു കെട്ടാൻ. അല്ലാതെ കെട്ടി എൻ്റെ പുറകെ വന്നിട്ട് എന്താ നേട്ടം? ഇനി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഇവൾക്കൊരു സ്ഥാനം ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെയാ നിങ്ങൾ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. അത് 2 വർഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങളുടെ ലൈഫിൽ ഒരു കരടായിട്ട് നിങ്ങൾ വരരുത്. ഇത് എൻ്റെ താക്കീതും അപേക്ഷയാണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അവൻ അവരെ നോക്കി പറഞ്ഞു. അതിനവർ മറുപടി ഒന്നും പറഞ്ഞില്ല. വാ പാത്തു, അവൻ പാത്തുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് പിടിച്ചു. പിന്നെ അവരെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോകാൻ ഇറങ്ങി. വാതിലിനടുത്ത് ചെന്നതും അവനൊന്ന് നിന്നു. പാത്തു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു. അവർ രണ്ടുപേരും അവനെയും സംശയത്തോടെ നോക്കി. അവൻ സാന്ദ്രയുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നത് കണ്ടതും അവൾക്കെന്തോ വല്ലാത്ത ഭയം തോന്നിയിരുന്നു. അവൾ അവളുടെ അടുത്ത് നിൽക്കുന്ന മമ്മിയെ നോക്കി. അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ സാന്ദ്രയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ച് അവനെ നോക്കി. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് ഞാൻ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അവൻ കൈ കുടഞ്ഞുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ചു. ശരി, പോകട്ടെ, അവൻ അവരെ ഇരുവരെയും നോക്കി പറഞ്ഞിട്ട് പാത്തുവിനെയും കൂട്ടി കാറിലേക്ക് കയറി. അടിക്കണ്ടായിരുന്നു, പാത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. നിനക്കും ഒരെണ്ണം തരേണ്ടതാ, വേണ്ടെന്ന് വെച്ചിട്ടാണ്. അത്രയ്ക്കും വിഷമമാണെങ്കിൽ ഒരെണ്ണം അങ്ങ് തന്നേക്കാം, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൻ ചെറുചിരിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു.